ഞാൻ അത്തി മൂപ്പർക്ക് കൊടുത്തിരുന്നു. ഉള്ളത് പറയണ എന്തായാലും ഇപ്പോൾ 2 അത്തി കൊണ്ടുപോയിട്ടും കാഴ്ചയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കൃഷി രീതി ഇതിലുള്ള മാറ്റം എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്തൊരു വരവിൽ നമുക്ക് ഒരു കായുള്ള അത്തി ഇവർക്ക് കൊടുക്കണം. ഷുവറായിട്ട് കൊടുക്കും. എന്തായാലും കൊടുക്കും. ഇതൊന്നും കൂടി പഴുക്കാണ്ട് എന്നാലും ഇത് ടോപ്പർ സ്വീറ്റ് ആവും. കഴിച്ചു നോക്കി. കഴിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കല്ലേ. ഞാൻ റഷീദ്, മലപ്പുറം, റസീൻ എക്സോട്ടിക്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത്തിയുടെ കുറച്ച് വെറൈറ്റികളാണ്. അതിൽ ഇതാണ് ഒന്ന് ഫസ്റ്റ് കാണിക്കുന്നത്. ഇത് തുർക്കി ബ്രൗൺ പറഞ്ഞ അത്തിയാണ്. ഇതിപ്പോൾ പാകമായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ല കായ പിടിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉണ്ട് പഴുത്ത് നിൽക്കുന്നത്. അതേപോലെ ഇത് നമുക്ക് ടോട്ടൽ നല്ല രീതിയിൽ പഴുത്ത ഈ ഒരു കളറാണോ കിട്ടുക? ഈ പഴത്തിന് ഈ കളറാണ് കിട്ടുക. ഇതിൽ യെല്ലോ വരുന്നുണ്ട്, ഗ്രീൻ തന്നെ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്, നല്ല ബ്ലാക്ക് ആയിട്ട് വരുന്നതുണ്ട്, പല കളറിലും വരുന്നുണ്ട്, പല വെറൈറ്റീസും. ഇതന്നെ ചില പഴങ്ങൾ വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലും 2 കളറായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇതിൽ തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ടുകൾ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു തൈകളൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണോ? തൈ സെയിലുണ്ട്, എല്ലാം സെയിൽ വലിയതുണ്ട്. പിന്നെ വലിയതാകുമ്പോൾ കുറച്ച് വില വരും. നല്ല തൈകൾ തന്നെ ഒരു 6 മാസം കൊണ്ട് തന്നെ സാധനം കായ്ക്കും. അപ്പോൾ വലിയ വില കൊടുത്തിട്ട് വലിയ തൈ വാങ്ങുന്നത് നല്ല. ചെറുത് വെച്ചിട്ട് നന്നാക്കി എടുത്താലും മതിയല്ലേ. ഇവിടെ തൈകളുണ്ട്, ഇതെല്ലാം കായ്ച്ച തൈകളാണ്. കണ്ടോ, ഇതൊക്കെ സെയിലുള്ള തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ട വെറൈറ്റിന്റെ തന്നെ തൈകളാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലേ കായകള്. ഇപ്പൊ ഈ ഒരു തൈക്കൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഈ തൈ ഈ കായ പിടിച്ച തൈനൊക്കെ ഒരു 1500 രൂപന്റെ റേഞ്ചിൽ വരും. പിന്നെ ഇവിടുന്ന് 100 രൂപ മുതൽ അത്തിയുടെ തൈകളുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു സൈസ് ഒക്കെ തൊട്ട് താഴെയുള്ള ഇതൊക്കെ നല്ല വെറൈറ്റികളാണ്. പൂന റെഡ്, ഇത് പൂന റെഡ് എന്ന് പറഞ്ഞ അത്തിയാണ്. ഇതിനൊക്കെ 100 രൂപയാണ് തൈന് വാങ്ങണത്. 100 രൂപയാണ് വാങ്ങണത്. പക്ഷെ ഇതാണ് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ തന്നെ കൊമേഴ്സ്യലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു അത്തിയാണ് ഇത്. പൂന റെഡ് എന്ന് പറഞ്ഞ അത്തിയാണ് ഇത്. ഇത് കൊമേഴ്സ്യലായിട്ട് ഇതാണ് ഇന്ത്യയിൽ ചെയ്യണത് കൂടുതലും. തമിഴ്നാട്ടിലൊക്കെ ചെയ്യണത്. എന്താണ് അതിന്റെ പ്രത്യേകത എനിക്കല്ല. എന്തായാലും ഇതാണ് കൊമേഴ്സ്യലായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റിൽ വരുമ്പോ റൗണ്ട് ആയിട്ടുള്ള ഒരു ഇലയാണ് വരിക. ആദ്യം റൗണ്ട് ആണ്, ഈ ഒരു രീതിയല്ല. അല്ല, പിന്നെ ഇത് മൂത്ത് കഴിഞ്ഞാൽ മരത്തിന്റെ ഇലക്ക് മൂപ്പെത്തി കഴിഞ്ഞാൽ ഇതിന് കട്ടിങ്സ് വരും. അതാണ് പൂന റെഡിന്റെ ഒരു ഇത്. 100 രൂപ കൊടുക്കുന്ന തൈയാണ്. ഈ തൈ വാങ്ങിയിട്ടെങ്കിൽ നമുക്ക് എത്ര ടൈം ഉണ്ടോ? ഇതൊരു എന്തായാലും ഇതിൽ തന്നെ കായ് വലുപ്പമുള്ളതിന് കായുള്ളത് ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ, അവിടെ ഉണ്ടോ നോക്കാൻ. ഉണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താം. ഇത് ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഇതിന് കായ വരും, റിസൾട്ട് വരും. അത് നമ്മൾ നോക്കിയാലേ വീട്ടിൽ കൊണ്ട് വെച്ചാൽ വരും ഞാൻ പറയണില്ല. എന്തൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു തൈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി? ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി ഒക്കെ കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. പിന്നെ ഈ പുളിപ്പിച്ച് കൊടുക്കണ്ടല്ലോ, എല്ലുപൊടി സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെയ്യും വേണ്ട. എന്നാൽ അത്യാവശ്യം ഡ്രൈ ആയിട്ട് ഇത് നിൽക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് മഴയത്ത് ഇത് വെച്ചാൽ പെട്ടെന്ന് ചെടി നശിച്ചു പോകും. വെയിലിന്റെ അംശമാണ് ഓവറായിട്ട്. വെയിൽ വേണം നല്ലോണം. ശരിക്കും നമ്മൾ ചെയ്യണത് ഇതിന്റെ പ്ലാന്റുകൾ ചെയ്യണ എല്ലാം കംപ്ലീറ്റ് ഡ്രൈ ഏരിയകളിലാണ് ഇത് ചെയ്യണത്. പക്ഷെ നമ്മൾ നാട്ടിൽ ഇത് കായ്ക്കുന്നുണ്ട്, ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കെയർ ചെയ്യണം. ഇത് മണ്ണിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വെള്ളം കൂടുതലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എന്തായാലും നശിച്ചു പോകും. ഇത് നമ്മൾ ഇതിന്റെ ലീഫുകൾ കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ലീഫുകൾ കട്ട് ചെയ്താൽ പെട്ടെന്ന് കായ പിടിക്കാനും ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടോ, കായ്ച്ചിട്ടുണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗം മുതൽ ഇത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ്. ഇത് പഴുക്കുന്ന സമയത്ത് യെല്ലോ കളറാണ് വരിക. യെല്ലോ കളറിലാണ് വരിക. നല്ല ഇതുവരെ ലാസ്റ്റ് വരെ കായുണ്ടോ. ഇനിയിപ്പോ നമ്മൾ ഇത് തീർന്നു കഴിഞ്ഞാൽ, ഈ പഴം പറിച്ച് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്ത് പുതിയ ബ്രാഞ്ച് വരുമ്പോൾ പിന്നെ അതിലാണ് കായ ഉണ്ടാവുക. ഇത് നമ്മളെ മറ്റൊരു തണലത്തി ഉണ്ട്. ഇതാണ് ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്നത്. ആ തണലത്തിയാണ് എല്ലാവരും വെച്ച് വലിയ ലീഫുള്ള. അത് ശരിക്ക് ഒരു കാട്ടത്തി തണലത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുകയാണ്. ഇതാണ് ശരിക്കും ഒറിജിനൽ നമ്മളെ പിന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ടും പഴമായിട്ടും വരുന്ന അറേബ്യൻ കൺട്രികളിലൊക്കെ ഉള്ള സാധനം. ഒറിജിനൽ അത്തികൾ ഈ ടൈപ്പ് അത്തികളാണ്. ഇതിന്റെ തൈകൾ ഇപ്പൊ നമുക്ക് കൊടുക്കാൻ? ഇതിന്റെ എല്ലാത്തിന്റെ തൈകളും ഉണ്ട് കയ്യിൽ. ടോട്ടൽ എത്ര വെറൈറ്റി? ഏകദേശം 15ഓളം വെറൈറ്റി ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അതിലിപ്പോ ഒരു 6-7 വെറൈറ്റി ഇപ്പൊ സെയിലിനുണ്ടല്ലേ. അത് വൈകാതെ ഒരു 6 മാസം 3 മാസം കൊണ്ട് എല്ലാ വെറൈറ്റീസും വെരിഗേറ്റഡ് ഒക്കെ ഉണ്ട്. വെരിഗേറ്റഡിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് തന്നെ കിട്ടി. നമ്മുടെ അടുത്ത് ഇവിടെ ഫ്രൂട്ട് ആയതുണ്ട്? ഇല്ല, ആയിട്ടില്ല. തൈകള് സാധനം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു അപ്ഡേഷനിൽ തുടർന്നുള്ള അപ്ഡേഷൻ വരും. എന്തായാലും ഇത് ഇവിടെ നമ്മളെ ക്ലൈമറ്റിൽ സക്സസ് ആണെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ. അത്തിന്റെ തൈകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാനല്ലേ? അത്തിന് നല്ല ഗ്രോത്തുള്ള നല്ല തൈകൾ വാങ്ങുക.
പിന്നെ നമ്മൾ അത്തിനെ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം നല്ല. പിന്നെ ചിലപ്പോൾ പുഴുക്കേടൊക്കെ വരുമ്പോൾ മരുന്നടിച്ചിട്ടും കാര്യങ്ങളൊക്കെ, അതായത് പഴയുള്ള സമയത്ത് മരുന്നടിക്കണ്ട, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡോസ് കുറഞ്ഞ അല്ലെങ്കിൽ ജൈവ കീടനാശിനി എന്തെങ്കിലും കൊടുത്താൽ മതി ഉണ്ട സമയത്ത്, പുഴുള്ള സമയത്ത്. പിന്നെ വെള്ളം കൂടുതലും വെള്ളം മുകളിലോട്ട് കഴിക്കാതെ ഇതിൽ ശ്രമിക്കുക. അതിന് മുകളിൽ വെള്ളം തട്ടി കഴിയുമ്പോൾ ഈ ഇലക്കൊരു കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ. അതാണ് മഴക്കാലത്ത് ഇത്. അപ്പോൾ നമ്മൾ ചെറിയ പോട്ട് മതി, അതേപോലെ 14 ഇഞ്ച് 12 ഇഞ്ചൊക്കെ പോട്ട് മതി. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലം ആകുമ്പോൾ കാർ ഷെഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണുള്ളത്. എല്ലാം കായണ്ടതാ, സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം, കുറഞ്ഞ സ്ഥലപരിമിതി മതിയോ. അതെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഇങ്ങനെ പൂന റെഡ് അവിടെ കായ്ച്ചതുണ്ട്, അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ പൂന റെഡ് അത്തിയുടെ തൈകൾ വിൽക്കുമ്പോൾ, കാരണം 100 രൂപക്കാണ് ഞാൻ കൊടുക്കുന്നത്, അത് വിൽക്കുമ്പോൾ പല ആളും ചോദിക്കലുണ്ട് ഇത് ഒറിജിനൽ പൂനാത്തിയാണോ ചോദിക്കലുണ്ട്, ഈ പൂന റെഡ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഈ പൂന റെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ്, അതായത് തൈ ഫസ്റ്റിൽ വരുമ്പോൾ ഇതേപോലെയാണ് വരിക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ടിങ് ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ ഇല നോക്കിയാൽ അറിയാം. പിന്നെ അത് ഇതേപോലെ പിന്നെ അത് കട്ടിങ് ആയിട്ട് വരികയാണ്, കണ്ടോ കണ്ടോ. പിന്നെ വലുതായി വരുന്ന സമയത്ത് കട്ടിങ് വരികയാണ്. അതിലൊക്കെ നിറയെ കായ്ച്ചു നിൽക്കണം കണ്ടോ. ഇതാണ് പൂന റെഡ്, നല്ല കായ്ക്കണ അത്തിയാണ്. ചെറിയ മുടക്കിൽ ചെറിയ വിലക്ക് തൈ വാങ്ങുകയും ചെയ്യാം. നല്ല അതാണ്ട കൊണ്ട പിടിച്ചു. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് പഴയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അതിന് കഴിച്ചിട്ട് ടേസ്റ്റ് 100% ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞു, അത്രയും ഗ്യാരണ്ടിയാണ് ഇതിൽ. നമ്മൾ 100 രൂപ പറയുമ്പോൾ നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് ഇത്രയും ഇതാ. ഇപ്പൊ ഈ ഒരു തൈകളൊക്കെ ഇത്രയും സൈസുള്ള തൈകളൊക്കെ നമ്മുടെ അടുത്ത് കൊടുക്കാം. കാഴ്ച തൈകളൊക്കെ ഞാൻ ഏകദേശം ഒരു പിന്നെ വലിയ തൈകളൊക്കെ ആണെങ്കിൽ ചെറിയ തൈയില്ല, ചെറിയ തൈയും കുഞ്ഞു തൈമിലും ഇവിടെ കായുള്ളതുണ്ട്. ഈ 100 രൂപ തൈയിൽ തന്നെ ഒരു 150 രൂപയ്ക്ക് നമ്മൾ കായുള്ള തൈകൾ ഇപ്പൊ വരാണ്ട് എനിക്ക് വരാണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും സാധനം എത്തും. അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തന്നെ പ്ലാന്റുമേ നമുക്ക് നിൽക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഒക്കെ നല്ല രീതിയിൽ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഡയാന എന്ന് പറഞ്ഞ അത്തി. ഇതാണ് കാരണം ഇത്രയും സൈസുള്ള അത്തിയാണ് 350 രൂപക്കാണ് കൊടുക്കുന്നത്. ഡയാന എന്ന് പറഞ്ഞാൽ ടോപ്പ് ടേസ്റ്റും നല്ല ഹീൽഡും ഉള്ള ഒരു അത്തിയാണ്, നല്ല കായപിടുത്തുള്ള ഒരു അത്തിയാണ്. സൈസ് നമ്മളിപ്പോ കണ്ട അത്തിന്റെ സൈസിലേക്ക് അതിലും വലുത്. ഇതൊക്കെ എന്താ പറയുക, ഇത് പഴുക്കണ ഇപ്പൊ ഇത്രയും വലുപ്പമേ ഉള്ളെങ്കിലും അത് പഴുക്കണ സമയത്താണ് പെട്ടെന്ന് വലിയ പഴമായിട്ട് വരിക. ഇതൊന്നും പഴുത്തല്ലോ, ഏകദേശം പറിച്ചാലോ പഴുത്തുണ്ടാവില്ല ഏകദേശം. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ഇത് കഴിച്ചിട്ട് ഒരു സത്യസന്ധമായ ഒരിത് മാത്രം പറഞ്ഞാൽ മതി. ഞാനൊരു പഴം കഴിച്ചിട്ട് ഞാൻ മുമ്പ് ഇവിടുന്ന് നമ്മളെ പഴയത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇതൊന്നും കൂടി പഴുക്കാണ്ട്, എന്നാലും ഇത് ടോപ്പർ സ്വീറ്റ് ആവും. എന്ത് ഭംഗിയല്ലേ. കഴിച്ചു നോക്കി എടുത്തിട്ടോ. കഴിച്ചു. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയല്ലേ. അപ്പൊ റഷീദ് നമുക്ക് കഴിച്ചു നോക്കിയാലോ എന്നാ. എന്തായാലും അതിന്റെ ഒരു നല്ല റിവ്യൂ മാത്രം പറഞ്ഞാൽ മതി. എന്റെ സാധനം സെയിലാൻ വേണ്ടിയിട്ടുള്ള ഒന്നും പറയണ്ട. നല്ല അടിപൊളി കേട്ടോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇത് കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ക്ലാരിറ്റി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആണ്. ഈ സമയത്ത് ഇവിടെ കസ്റ്റമർ ഉണ്ട്, അവരുടെ കയ്യിലൊന്ന് ഇതിന്റെ റിവ്യൂ കൊടുക്കണ്ടേ. അടിപൊളിയാ. ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ട്, മധുരം എങ്ങനെയുണ്ട്? അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എവിടെയാണ് സ്ഥലം വരുന്നത്? കരിപ്പൂര്. ഇപ്പോൾ ഇവിടെ എങ്ങനെ എയർപോർട്ടിലുണ്ട്? പേരെന്തായിരുന്നു? ജാബിർ. ഓക്കെ. ഫ്രൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലല്ലേ? ഞാൻ അത്തി മൂപ്പർക്ക് കൊടുത്തിരുന്നു, ഉള്ളത് പറയണല്ലോ എന്തായാലും. ഇപ്പോൾ 2 അത്തി കൊണ്ടുപോയിട്ടും കാഴ്ചയില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ കൃഷി രീതി ഇതിലുള്ള മാറ്റം എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്തൊരു വരവിൽ നമുക്ക് ഒരു കായുള്ള അത്തി ഇവർക്ക് കൊടുക്കണം. ഷുവറായിട്ട് കൊടുക്കും. എന്തായാലും കൊടുക്കും. അപ്പോൾ ഹാപ്പി അല്ലേ? സന്തോഷമായി. കഴിച്ചിട്ട് ഹാപ്പിയാണ്. ഇത് ഗ്ലാസ്സിലിട്ട് തന്നെ കിളികൾ കൊത്തുകയാണ്. പഴുത്ത് കഴിഞ്ഞാൽ കിളികളെ നമ്മൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു ഗ്ലാസ് ഇല്ലേ, ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെക്കണതാണ്. ഇതുണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കിളികൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയില്ല. എന്നാൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ കിട്ടും. ഇത് പിന്നെ ഇറാഖിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് നമുക്ക് കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ഇത് പഴുക്കണേ ഉള്ളൂ, എന്നാലും പറിച്ചു. അതായത് ഇതിൻ്റെ ടേസ്റ്റ് കൂടെ ഒന്ന് അറിയാം. ഇപ്പോൾ കേൾക്കാം, അകത്താണ് നല്ല ഡാർക്ക് കളർ. അടിപൊളി കേട്ടോ. ഉൾവശം നോക്കിയേ. ഇതാണ് ഇറാഖിൻ്റെ അത്തി. ഇപ്പം നമ്മൾ പറിച്ച അത്തി, അതേ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചില്ലേ, അതൊന്ന് ഇതിൻ്റെ റിവ്യൂ ഇവിടെ ഇപ്പോൾ ഉള്ള ആളുകൾക്കല്ലേ നമ്മൾ കൊടുക്കുക. അത്ര മധുരല്ലേ? അത് പഴുപ്പ് കുറവുണ്ട്. അല്ല, ഇത് കുറച്ച് പഴുപ്പ് കുറവുണ്ട്, അതുകൊണ്ടാണ്. രഞ്ജിത്ത് കഴിക്ക്.
ഫ്ലഷ് അത്ര വരുന്നില്ല അതുകൊണ്ട് ഒന്നും ആവാണ്ട് ഈ ബാഗൊന്നും തീരായിട്ടില്ല ഈ ബാഗ് എത്ര ആയിട്ടില്ല കണ്ടോ മറ്റൊന്നും ഷോപ്പ് ഉണ്ട് അല്ലേ മറ്റൊന്നുകൂടി ടേസ്റ്റ് മധുരം കൂടുതലുണ്ടായി നമുക്ക് അത് തരാം പക്ഷെ പഴുത്തിട്ടില്ല അതെന്തായാലും നമ്മൾ നോട്ടിട്ട് അതിന്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ തൈകളുണ്ട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യും തൈകളുണ്ടല്ലേ എത്ര കൊടുക്കാം ഒക്കെ 350 തൈകളൊക്കെ 350 6 മാസം ഒരു കൊല്ലത്തിൽ സംഗതി കായ്ക്കും പക്ഷെ നമ്മള് ഇനി നോട്ടത്തിലും എന്തിനൊക്കെ എന്താ പറയുക ഇത് നമ്മള് റംബുട്ടാനും നടണ പോലെ നട്ട് പോന്നിട്ട് ഒരു കാര്യമില്ല കുറച്ചൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നാലേ ഇത് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും സെറ്റാവും കായ്ക്കും എല്ലാം ചെയ്യും